മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 10/7/1975 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂയമാണ് നക്ഷത്രം. പൂയം 3-ാം പാദം. ധനു ലഗ്നം. 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ വർഗോത്തമം ചെയ്ത് ഹംസ മഹായോഗം കൊടുത്ത് ലഗ്നാധിപൻ തന്നെ വ്യാഴം വളരെ വളരെ നല്ലതാണ്. 5-ൽ കുജൻ, 6-ൽ കേതു, 7-ൽ സൂര്യൻ, ശനി, ബുധൻ, 8-ൽ ചന്ദ്രൻ, 9-ൽ ശുക്രൻ ഗുളികൻ, 10-11 ഭാവങ്ങൾ ശൂന്യം, 12-ൽ രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് വലിയ സാധ്യതകളുള്ള, ധാരാളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ യോഗ്യതയുള്ള, അർഹതയുള്ള, അവകാശമുള്ള ഒരു ഗ്രഹനില കൂടി ആണിത്. എന്തുകൊണ്ടാണത്? പൊതുവേ 2 മഹായോഗങ്ങൾ ഉള്ള ഒരു ഗ്രഹനിലയാണത്. ഒന്ന്, ലഗ്നാധിപനെ കൊണ്ട് വ്യാഴം 4-ൽ നിന്നുകൊണ്ട് ഹംസ മഹായോഗം കൊടുക്കുന്നു. വർഗോത്തമം ചെയ്ത വ്യാഴമാണ്, നല്ലതാണ്, അങ്ങേയറ്റം നല്ലതാണ്. 2, 5-ലാണ് കുജൻ നിൽക്കുന്നത്. വളരെ നല്ലത് തന്നെയാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ധൈര്യം കൈവിടാതെ, മല തന്നെ ഇളകി താഴെ വന്നാലും വരട്ടെ നോക്കാമെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ്. ഈ പറഞ്ഞ ഒരു കാര്യം ചെറിയൊരു കാര്യമല്ല. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനുള്ള ശേഷി തനിക്കുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആക്കുന്നത്. പല ആളുകൾക്കും അത് പറ്റാത്തത്, എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ആകെ തളർന്നിരിക്കുകയും നെഗറ്റീവ് ആവുകയും അതിനെ ഓവർകം ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അതിന് ഒരു ഗ്രഹനിലയിൽ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ ലഗ്നാൽ 5-ൽ ചന്ദ്രൻ ഗുളികനോടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു ക്രൈസിസ് വന്നാൽ അദ്ദേഹം തളരും, സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ കുജനാണ്, ശക്തന്മാരുടെ ശക്തനായിട്ടുള്ള, ധൈര്യത്തിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള കുജൻ 5-ലൊക്കെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു തന്നെ വന്നാലും തളരില്ല, തോൽക്കുകയുമില്ല, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിനുള്ള ശ്രമങ്ങൾ അടിക്കടി നടത്തിക്കൊണ്ടേയിരിക്കും. അതിൽ പലതും മഹാവിജയങ്ങളായി മാറുകയും ചെയ്യും. ഇതാണ് 5-ലെ കുജൻ. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഹംസ മഹായോഗമുണ്ട്. അതേപോലെ തന്നെ ലഗ്നാൽ 7-ൽ ബുധൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഭദ്രയോഗം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം തന്നെ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഭദ്രം എന്ന് പറയുന്ന ഒരവസ്ഥ അത് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തന്നെ അതിങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ ഹംസ മഹായോഗമൊക്കെ ലഗ്നാധിപത്യം വഹിച്ച് വ്യാഴം നിൽക്കുകയും ഹംസ മഹായോഗം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത് സൂചിപ്പിക്കുന്നത്, അത് പ്രത്യേകിച്ച് ഗുളികൻ, രാഹു, കേതു സാന്നിധ്യങ്ങളൊന്നുമില്ലാതെ, ഗുളിക ഭവനാധിപനായിട്ടുള്ള വ്യാഴമൊന്നുമല്ലാതെ വളരെ പെർഫെക്റ്റായി പ്യുവറായി നിൽക്കുന്ന വ്യാഴമാണ്. ശനിയുടെ 10ാമത്തെ ദൃഷ്ടി അവിടേക്ക് വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ അത് വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന വ്യാഴമാകുമ്പോൾ ശനിയുടെ ദൃഷ്ടിയെപ്പോലും നിഷ്പ്രഭമാക്കി മുന്നേറാൻ വ്യാഴത്തിന് സാധിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് അത് സാധിച്ചിട്ടുമുണ്ട്, നിലവിലത് സാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അത് പറ്റും. ലക്ഷം ദോഷോ ഗുരുഹന്തി എന്ന് പറയുന്നത് വെറുതെയല്ല. എന്തെല്ലാം പ്രോബ്ലംസ്, എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരു ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിൽ ഒരറ്റത്ത് വ്യാഴം രണ്ടും കൽപ്പിച്ച് ഗുണം കൊടുക്കാനായി മാത്രം വിചാരിച്ച് നിന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഉയർന്നുകൊണ്ടേയിരിക്കും. എന്തെല്ലാം പ്രതിസന്ധികൾ ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം സമയത്ത് ഉണ്ടായാലും. അതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ഗ്രഹനില. പൊതുവേ ലഗ്നാൽ 7-ലൊക്കെ സൂര്യൻ ശനി കോമ്പിനേഷൻ, അത് വർഗോത്തമം ചെയ്ത ശനിയാണ്, നിന്ന് കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്ന ധാരാളം ആളുകൾ ഉണ്ട്. ഇവിടെ അതുമില്ല. കൃത്യമായിട്ടുള്ള ജാതകം, ചേരേണ്ടുന്ന ജാതകം തന്നെ ചേർന്നത് കൊണ്ട് അവർക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഏറ്റവും മനോഹരമായ ഒരു കുടുംബജീവിതം തന്നെയാണ് അവർ നയിക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞു. പിന്നെ 7-ൽ ബുധൻ നിൽക്കുകയും ചെയ്യുന്നു, ഭദ്രായോഗം കൊടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. അതും വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ, ഗുളികൻ കോമ്പിനേഷൻ. 9-ലെ ഗുളികൻ നമ്മൾക്ക് കിട്ടേണ്ടുന്ന ഭാഗ്യ അനുഭവങ്ങൾക്ക് എന്തെങ്കിലും ഒരു തർക്കമോ തടസ്സമോ കാലതാമസമോ ഉണ്ടാക്കാം. അപ്പോൾ വ്യാഴമൊക്കെ നല്ല പൊസിഷനിൽ ലഗ്നാധിപത്യം വഹിച്ച് നിൽക്കുന്നത് കൊണ്ട് അതിനെ വകഞ്ഞു മാറ്റി, അതിനെ നിഷ്പ്രഭമാക്കി ആ ഗുണം തന്നിലേക്ക് എത്തും. പക്ഷേ ഗുളികൻ്റെ ഒരു തടസ്സം അവിടെ സൃഷ്ടിക്കാനുള്ള ഒരു ഡിലേ, ഒരു താമസം സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ കൃത്യമായി തന്നെ നടത്തി മുന്നോട്ട് പോവുക. നടത്തി മുന്നോട്ട് പോകാനുള്ള
ശേഷി ഇവിടെ കുജൻ കൊടുക്കും. അത് ചെയ്യുന്നത് വഴി അതിൻ്റെ ഗുണം വ്യാഴവും കൊടുക്കും. മാത്രവുമല്ല, ലഗ്നാൽ 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് ബുധൻ ഭദ്രായോഗം കൊടുത്തു നിൽക്കുന്നത്. 10ലേക്ക് വ്യാഴത്തിൻ്റെ 7ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അത്യപൂർവങ്ങളിൽ അത്യപൂർവം തന്നെയാണ് അത്തരം കോമ്പിനേഷൻസ്. 10ാം ഭാവാധിപനൊക്കെ ആയിട്ട് ബുധൻ വരികയും അത് ഭദ്രായോഗം കൊടുത്തു നിൽക്കുകയും അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരികയും വരുന്ന ഗുളികൻ്റെ ദൃഷ്ടിയെപ്പോലും ബ്ലോക്ക് ചെയ്ത് ഗുണമാക്കി മാറ്റാനുള്ള പവർ ലഗ്നാധിപനായതുകൊണ്ട് തന്നെ വർഗോത്തമം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ വ്യാഴത്തിന് അതിനുള്ള അധികാരം ഈ ഗ്രഹനിലയിൽ പരിപൂർണമായിട്ടും ഉണ്ട്. അതേപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ലഗ്നാൽ 12ൽ രാഹു. 12ലെ രാഹു എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും 12ൽ ഒക്കെ രാഹു ചിലവിൻ്റെ സ്ഥാനമാണ്, വ്യയസ്ഥാനമാണ്. ചിലവുകളെ ഒന്ന് കരുതുക തന്നെ വേണം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നു കയറുന്നതിനും അതുവഴി പണം ചിലവായി പോകുന്നതിനുമുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ദീർഘവീക്ഷണത്തോടെ കാണുകയും കൃത്യമായിട്ടൊന്ന് കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊന്ന് കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രസ്തുത പ്രശ്നത്തെ ഒരു 80% വരെ മറികടക്കാൻ വ്യാഴം ഇവിടെ സഹായം കൊടുക്കും. കാരണം വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി പ്രസ്തുത സ്ഥാനത്തേക്ക് ഉണ്ട്. രാഹുവിൻ്റെ ദൃഷ്ടി വ്യാഴത്തിലേക്കൊട്ട് ഇല്ലാതാനും. അതുണ്ടായിരുന്നുവെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വഴി കിട്ടേണ്ടുന്ന ആനുകൂല്യത്തിൻ്റെ ഒരല്പം കാലതാമസം ഉണ്ടാകാം. ഇവിടെ അതില്ലാത്തത് കൊണ്ട് അത് കൃത്യമായി തന്നെ കിട്ടുക തന്നെ ചെയ്യും. ഇത് വളരെ പ്രത്യേകതകൾ. 2 ഗ്രഹങ്ങൾ വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന പ്രബലരായിട്ടുള്ള ശനി, വ്യാഴം. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 2 മഹായോഗങ്ങൾ ഹംസയോഗവും ഭദ്രയോഗവും ഒക്കെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിൽക്കേണ്ടുന്ന രീതിയിൽ നിന്നു കഴിഞ്ഞാലാണ് ഗുണം ചെയ്യുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ സൂര്യൻ, ശനി, ബുധൻ നിൽക്കുന്നിടത്തൊരു ഗുളികനും കൂടെ കയറി നിന്ന് കഴിഞ്ഞാൽ ആ ഭദ്രായോഗവും അവിടെ ഇല്ല. അതേപോലെ തന്നെ 10ാം ഭാവാധിപനെ കൊണ്ടുള്ള ഗുണവും അവിടെ ഇല്ല. ഗുണം കിട്ടും. വളരെ ടഫായിട്ടുള്ള ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ച ശേഷം വ്യാഴം ഇവിടെ ഗുണം ചെയ്ത് ശേഷം ആ ഗുണം 10ാം ഭാവാധിപനെ കൊണ്ട് കിട്ടും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. സൂര്യൻ, ശനി കട്ടി സ്വഭാവമുള്ള 2 ഗ്രഹങ്ങൾ, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള 2 ഗ്രഹങ്ങളൊപ്പമുണ്ട് എന്നതൊഴിച്ചാൽ 10ാം ഭാവാധിപൻ കമ്പാരിറ്റീവ്ലി സേഫ് തന്നെ ആണ്. ഈ ഭാഗ്യാനുഭവങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകൂ. ചെലവുകളെയും ശ്രദ്ധിച്ചേ മതിയാകൂ. ഇത് 2 ക്രൂഷ്യൽ പോയിൻറ്റ്സ് തന്നെ ആണ്. കൃത്യമായിട്ട് തന്നെ അതിന് പരിഹാരമുണ്ട്. അത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പൂയമാണ് നക്ഷത്രം. ശനി ദശയിൽ ജനിച്ചു. 81 വരെ ശനി, അതിനുശേഷം ബുധൻ 98 വരെ, അതിനുശേഷം കേതു 7 കൊല്ലം 2005 വരെ, ശേഷം ശുക്രൻ 2025 വരെ, ശേഷം സൂര്യൻ 2031 വരെ, അതിനുശേഷം ചന്ദ്രൻ, കുജൻ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ രവിയിൽ ചന്ദ്രനാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ സൂര്യദശയിൽ ചന്ദ്രൻ്റെ അപഹാരം 9/2/2026 തൊട്ട് 11/8/2026 വരെ. അപ്പോൾ ഈ സൂര്യൻ, ചന്ദ്രൻ എന്നീ ക്രമത്തിൽ, ചൊവ്വ, രാഹു എന്നീ ക്രമത്തിൽ ദശകൾ കടന്ന് പോകുന്നതിൻ്റെ സൂര്യദശയുടെ തുടക്കഭാഗം സൂര്യനിൽ ചന്ദ്രൻ നടക്കുന്നു. സ്വാപഹാരം കഴിഞ്ഞുള്ള ചന്ദ്രൻ്റെ അപഹാരം. ചന്ദ്രൻ പൊതുവേ ഗുളികൻ്റെ ദൃഷ്ടിയിലുള്ള ചന്ദ്രൻ ആണ്. അപ്പോൾ ഈ സമയത്ത് വലിയ വലിയ പ്രോജക്ട്സ്, വലിയ വലിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യുന്നത് ഒരു ശ്രദ്ധ കൊടുത്തു വേണം. ഓഗസ്റ്റ് 11 കഴിഞ്ഞാൽ ആ സമയത്തെയും കടത്തിവിടാൻ സ്വാഭാവികമായിട്ടും സാധിക്കും. അതിൽ പിന്നീട് അങ്ങോട്ട് കുജൻ്റെ അപഹാരമാണ്. ധൈര്യമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു സമയം ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അത് ഗുളികൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തുകയാണ്. അറിയാതെ പോയിട്ടാണെങ്കിൽ പോലും ഒരു അബദ്ധം പറ്റണ്ടല്ലോ എന്ന് കരുതി ആ അബദ്ധത്തെ ഒഴിവാക്കാനുള്ള ഒരു മുൻകരുതൽ, അതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രോജക്ട്സ്, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ചന്ദ്രൻ്റെ അപഹാരത്തിന് ശേഷം ചെയ്താൽ മതി എന്നുള്ള ഒരു പ്രിക്കോഷൻ, മുന്നൊരുക്കം നടത്തുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.